നമ്മൾ മനസ്സിലാക്കിയ ഈ സത്യത്തെ നമ്മുടെ സഹോദരങ്ങൾക്ക് കൂടി പകർന്നു കൊടുക്കുക എന്ന വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. നിങ്ങൾ മനസ്സിലാക്കിയ സത്യത്തെ, ഹക്കിനെ പരസ്പരം വസിയത്ത് ചെയ്യുകയും അതിൽ ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുക എന്ന വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ് ഈ രംഗത്ത് നമ്മളെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ലഹരിയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം നമ്മളിവിടെ വലിയ പ്രശ്നങ്ങളായി നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം പലപ്പോഴും പലരും പറഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ ആ പ്രശ്നങ്ങളുടെ പരിഹാരമാണ് യഥാർത്ഥത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളിലൂടെ, ബോധവൽക്കരണങ്ങളിലൂടെ നടത്തുന്നത്. അതിന്റെ പരിഹാരങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഒരു പരിഹാരം ജാഹിലിയ അറബികൾക്കിടയിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ആ പരിവർത്തനത്തിന്റെ പടപ്പാട്ട്, അതെന്തുകൊണ്ടാണോ അവിടെ പരിഹരിച്ചത്, അതുകൊണ്ട് മാത്രമേ ഇതിനെ പരിഹരിക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിഷയത്തിലുള്ള ആദർശ സമ്മേളനം ഇവിടെ നടന്നത്. കാരണം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ മദ്യപാനമുണ്ട്, വ്യഭിചാരമുണ്ട്, ചൂതാട്ടമുണ്ട്. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പ്രവാചകൻ ഞങ്ങളിലേക്ക് കടന്നു വന്ന് മദ്യപിക്കരുത് എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ, ആദ്യം മദ്യപിക്കരുത് എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഞങ്ങൾ മദ്യപാനം ഒഴിവാക്കുമായിരുന്നില്ല. ആദ്യം വ്യഭിചരിക്കരുതേ എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഞങ്ങൾ വ്യഭിചാരം ഒഴിവാക്കുമായിരുന്നില്ല. എന്നാൽ പ്രവാചകൻ ആദ്യം ഞങ്ങളെ പഠിപ്പിച്ചത് ഈ ലോകത്തിന്റെ സൃഷ്ടാവിനെ പറ്റിയാണ്. ആരാണ് അല്ലാഹു എന്ന, ആ അല്ലാഹു എല്ലാം കാണുന്നുണ്ട് എന്ന ബോധമാണ് ഈ സമൂഹത്തിന്, ജാഹിലിയ അറബികൾക്ക് പ്രവാചകൻ പകർന്നു കൊടുത്തത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ അവരെ പറ്റി പറഞ്ഞത് വൈൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, ഏറ്റവും അധപ്പതിച്ച വഴിപിഴച്ച ഒരു ജനപദത്തിലേക്ക് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയത്.